അപ്പോൾ ഈ 2023 സുപ്രീം കോടതിയിൽ 24 സുപ്രീം കോടതിയിൽ ഒരു പുതിയ സ്റ്റാച്ചു ഉണ്ടാക്കി അവിടുത്തെ ലൈബ്രറിയിൽ വെച്ചു. ആ ലൈബ്രറിയിൽ വെച്ച ജസ്റ്റിസ് എന്ന് പറയുന്നത് ആ ദേവത, നീതി ദേവത എന്ന് പറയുന്നത് ഈ ഭാരതാംബയുടെ ഡിറ്റോ പിക്ചറാണ്. നിങ്ങളത് നോക്കിയാൽ മനസ്സിലാവും. അത് കാവി അല്ലെങ്കിൽ കൊടിയില്ലെന്ന് മാത്രമേ ഉള്ളൂ. അതേപോലത്തെ ഈ ചിത്രത്തിലെ കൊടിയാണ് ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത്. അപ്പോൾ വി ശിവൻകുട്ടി പറഞ്ഞത് അവിടെ മഹാത്മാഗാന്ധിയുടെ ചിത്രമോ മോദിയുടെ ചിത്രമോ ആയിരുന്നെങ്കിലും കുഴപ്പമില്ലായിരുന്നു, എനിക്ക് പുഷ്പാർച്ചന നടത്തുന്നതിൽ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ അവിടെ ഞങ്ങൾ ആരും കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു ഫോട്ടോ വെച്ചിരിക്കുന്നു, അല്ലെങ്കിൽ രാജ്ഭവനിൽ ഈ ചിട്ടയല്ല വേണ്ടത് എന്ന് പറയുന്നൊരു കാര്യം കൂടി അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നൊരു കാര്യം, ഇന്ത്യ എൻ്റെ രാജ്യമാണ്, അതുപോലെ അതിൻ്റെ നട്ടെല്ലെന്ന് പറയുന്നത് ഭരണഘടനയാണ്, മറ്റൊന്നും അതിന് മുകളിലല്ല എന്ന് പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഈ കൊടിയും കൊടിയുടെ നിറവുമാണ് വിഷയമെന്നാണ് അവർ പറഞ്ഞു വയ്ക്കുന്നത്. മറ്റൊന്നുമല്ല ഭരണഘടനയുടെ മുകളിൽ നിന്ന് ഗവർണർ പറഞ്ഞിട്ടുണ്ടാവില്ല, ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഭാരതാംബയാണ് ഭരണഘടനയേക്കാൾ മുകളിൽ നിന്ന് ഗവർണർ പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ അവിടുത്തെ തർക്കത്തിൻ്റെ വിഷയം എന്താണ്? തർക്കത്തിൻ്റെ വിഷയം ഈ രൂപം, അതിൻ്റെ പിന്നിലെ പടം, ഈ കാവിക്കൊടി. ഇന്ത്യൻ പതാകയുടെ മുകളിൽ കാവിയാണ് വരുന്നത്. അതെന്തുകൊണ്ടാണ്? കാവി എന്ന് പറയുന്നത് അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് നമ്മുടെ നേതാക്കൾ, അതൊരു നിയമമായിട്ട് തന്നെ നമ്മൾ അക്സെപ്റ്റ് ചെയ്തിട്ടുള്ളതാണ്.